തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിജയപ്രതീക്ഷയിൽ LDF, UDF മുന്നണികൾ. NDA മുന്നണിക്ക് ഭരണം പിടിക്കുമെന്ന അവകാശവാദമില്ല. രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും വ്യക്തികളും തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ തിരക്കിലാണ്. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഫലമറിയാൻ 25 ദിവസത്തെ നീണ്ട കാത്തിരിപ്പ് ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കും ദീർഘമായ ഇടവേളയായി മാറുകയായിരുന്നു. ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ എന്ന ചോദ്യമാണ് എവിടെയും ഉയരുന്നത്. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ ഭരണത്തുടർച്ച ഉറപ്പാക്കുമെന്ന് LDF കരുതുമ്പോൾ 80 സീറ്റുകളെങ്കിലും ഉറപ്പായി ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ഭരണമാറ്റത്തിനായാണ് ജനം വോട്ട് ചെയ്തതെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. 100 സീറ്റെന്ന് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും 80 സീറ്റിനടുത്ത് UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടിയും കുറച്ചും കേവല ഭൂരിപക്ഷം തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. NDA ആവട്ടെ ഭരണം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടി നിയമസഭയിൽ സജീവ സാന്നിധ്യമാകുമെന്ന വിശ്വാസത്തിലാണ്. 10 സീറ്റ് പ്രതീക്ഷിക്കുമ്പോഴും 3-ൽ കുറയുകയില്ലെന്ന ഉറച്ച വിശ്വാസമാണ് BJPക്കുള്ളത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം നടന്ന പാലായിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലായപ്പോൾ വിജയപരാജയങ്ങളുടെ വിലയിരുത്തലാണ് നാടിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് നീണ്ട ഇടവേളകൾ ഉണ്ടായതോടെ സർവേകളുടെ പ്രഖ്യാപനങ്ങളും വ്യാപകമായി. ഇതിനൊപ്പം വ്യക്തികളുടെ ഫലപ്രഖ്യാപനവും മാധ്യമങ്ങളിൽ നിറഞ്ഞു. ചാനലുകളിൽ അഭിപ്രായ വോട്ടെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞയുടൻ ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയും തങ്ങളാലാവുന്ന പോലെ പ്രവചനം നടത്തി വരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത വ്യക്തികളും തങ്ങളുടെ വിലയിരുത്തലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 3 മുന്നണികൾക്കും അനുകൂലമായി പ്രവചനങ്ങൾ തുടരെ എത്തുമ്പോൾ പ്രവചനങ്ങൾ അരോചകമായി മാറുകയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. മെയ് 4 വരെയുള്ള കാത്തിരിപ്പിനിടയിൽ ഇരു മുന്നണികളുടെയും മുഖ്യമന്ത്രിയെയും മന്ത്രിസ്ഥാനങ്ങളും എല്ലാം പ്രഖ്യാപിച്ച ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവരുമേറെ. എന്തുതന്നെയായാലും മെയ് 4-നെത്തുന്ന യഥാർത്ഥ ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ് കേരള സമൂഹം. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.